പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 11-ാം അധ്യായമാണ്. സോളമന്റെ അധപതനം. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മൊവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. അവന് രാജ്ഞി സ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവർ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല. സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്താർത്തയെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു. അങ്ങനെ അവൻ കർത്താവിന്റെ മുൻപിൽ അനിഷ്ടം പ്രവർത്തിച്ചു. തന്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല. അവൻ ജെറുസലേമിന് കിഴക്കുള്ള മലയിൽ മൊവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോളക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. കർത്താവ് സോളമനോട് അരുൾ ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എന്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപെടുത്തും. രാജ്യം മുഴുവനും എടുത്തു കളയുകയില്ല. എന്റെ ദാസനായ ദാവീദിനെയും ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും. കർത്താവ് ഏദോമിനായ ഹദാദിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു. അവൻ ഏദോം രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദ് ഏദോമിലായിരുന്നപ്പോൾ സേനാനായകൻ യോവാബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ അങ്ങോട്ട് പോയി. ഏദോംകാരിൽ പുരുഷന്മാരെയെല്ലാം അവൻ വധിച്ചു. ഏദോമിലെ പുരുഷന്മാരെ കൊന്നൊടുക്കുന്നതുവരെ 6 മാസക്കാലം യോവാബും ഇസ്രായേൽക്കാരും അവിടെ താമസിച്ചു. അക്കാലത്ത് ഹദാദും അവന്റെ പിതാവിന്റെ ദാസരായ ഏദോമ്യരിൽ പലരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹദാദ് അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. മിദിയാനിൽ നിന്ന് പുറപ്പെട്ട അവർ പാരാനിലെത്തി. അവിടെ നിന്ന് ആളുകളെ ശേഖരിച്ച് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്തു ചെന്നു. ഫറവോ അവനൊരു ഭവനവും കുറച്ചു സ്ഥലവും ഭക്ഷണവും കൊടുത്തു. ഹദാദ് ഫറവോയുടെ പ്രീതി സമ്പാദിച്ചു. ഫറവോ തന്റെ ഭാര്യയായ തക്ഫേസ്
രാജ്ഞിയുടെ സഹോദരിയെ ഹദാദിന് ഭാര്യയായി കൊടുത്തു. ഹദാദിന് അവളിൽ ഗനുബാത്ത് എന്നൊരു മകനുണ്ടായി. മുലകുടി മാറുന്നതുവരെ തഫ്നേസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തി. അവൻ അവിടെ ഫറവോയുടെ പുത്രന്മാരോട് കൂടെ വസിച്ചു. ദാവീദ് തന്റെ പിതാക്കന്മാരോട് ചേർന്നുവെന്നും സേനാധിപനായ യോവാബ് മരിച്ചെന്നും ഹദാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു. അപ്പോൾ അവൻ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഫറവോയോട് അനുവാദം ചോദിച്ചു. ഫറവോ പറഞ്ഞു, എന്റെ അടുത്ത് എന്തു കുറവുണ്ടായിട്ടാണ് നീ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? എന്നെ വിട്ടയച്ചാലും. അവൻ വീണ്ടും അപേക്ഷിച്ചു. എലിയാദായുടെ മകൻ റസോണിനെയും ദൈവം സോളമന്റെ എതിരാളിയാക്കി. അവൻ തന്റെ യജമാനനും സോബായിലെ രാജാവുമായ ഹദദേസറിന്റെ അടുത്തു നിന്ന് ഒളിച്ചോടി പോന്നവനാണ്. ദാവീദ് സോബാക്കാരെ സംഹരിച്ചപ്പോൾ റസോൺ ഒരു കവർച്ച സംഘം രൂപവൽക്കരിച്ച് അതിന്റെ തലവനായി. അവർ ദമാസ്കസിൽ പോയി താമസിക്കുകയും അവനെ ദമാസ്കസിലെ രാജാവാക്കുകയും ചെയ്തു. സോളമന്റെ കാലം മുഴുവനും അവൻ ഹദാദിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് ഇസ്രായേലിന്റെ ശത്രുവായി ജീവിച്ചു. അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയയിൽ ഭരണം നടത്തി. സോളമന്റെ ഭൃത്യനും സെരേദായിലെ എഫ്രായിമനായ നെബാത്തിന്റെ മകനുമായ ജെറോബോവാം അവന്റെ അമ്മ സെരൂവ എന്ന വിധവയായിരുന്നു. രാജാവിനെതിരെ കരമുയർത്തി. അവൻ രാജാവിനെതിരായി പ്രവർത്തിക്കാൻ കാരണമിതാണ്. സോളമൻ മില്ലോ പണിയുകയും തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റകുറ്റങ്ങൾ തീർക്കുകയും ചെയ്തു. ജെറോബോവാം വളരെ കഴിവുള്ളവനായിരുന്നു. പരിശ്രമശാലിയായ അവനെ സോളമൻ ജോസഫിന്റെ ഭവനത്തിലെ അടിമവേലയുടെ മേൽനോട്ടക്കാരനാക്കി. ഒരു ദിവസം ജെറോബോവാം ജെറൂസലേമിൽ നിന്ന് പുറത്തു പോകവേ ഷിലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിംപ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷ്ണങ്ങളാക്കി കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ സോളമന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും. എന്റെ ദാസനായ ദാവീദിനെ ഓർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്തും അവന് ഒരു ഗോത്രം നൽകും. അവൻ എന്നെ മറന്ന് സീദോന്യരുടെ ദേവി അസ്താർത്തേയെയും മൊവാബ്യരുടെ ദേവനായ കെമോഷിനെയും അമോന്യരുടെ ദേവനായ മിൽക്കോമിനെയും ആരാധിച്ചു. അവൻ തന്റെ പിതാവായ ദാവീദിനെ പോലെ എന്റെ മാർഗത്തിലൂടെ ചരിച്ച് എന്റെ മുൻപിൽ നീതി പ്രവർത്തിക്കുകയോ എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല. എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ അവനിൽ നിന്ന് എടുക്കുകയില്ല. അവന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചവനും എന്റെ ദാസനും ആയ ദാവീദിനെ ഓർത്ത് ഞാൻ അവനെ രാജാവായി നിലനിർത്തും. എന്നാൽ ഞാൻ അവന്റെ പുത്രന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും. എങ്കിലും എന്റെ നാമം നിലനിർത്താൻ ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ എന്റെ മുൻപിൽ എന്റെ ദാസനായ ദാവീദിന് സദാ ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവന്റെ പുത്രന് ഞാൻ ഒരു ഗോത്രം നൽകും. ഞാൻ നിന്നെ സ്വീകരിക്കും. നീ ഇസ്രായേലിന്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തും. എന്റെ കൽപ്പനകൾ സ്വീകരിച്ച് എന്റെ മാർഗത്തിൽ ചരിക്കുകയും എന്റെ ദാസനായ ദാവീദിനെ പോലെ എന്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ദാവീദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും. ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും. ദാവീദിന്റെ അനന്തര തലമുറകളെ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കും.
എന്നാൽ അത് എന്നേക്കുമായിട്ടല്ല. സോളമൻ ജെറോബോവാമിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ജെറോബോവാം ഈജിപ്ത് രാജാവായ ഷീഷാക്കിന്റെ അടുത്തേക്ക് പലായനം ചെയ്തു. സോളമന്റെ മരണം വരെ അവൻ അവിടെയായിരുന്നു. സോളമന്റെ മരണം. സോളമന്റെ മറ്റെല്ലാ പ്രവൃത്തികളും അവന്റെ ജ്ഞാനവും സോളമന്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? സോളമൻ ജെറുസലേമിൽ 40 വർഷം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ റഹോബോവാം ഭരണമേറ്റു.